നമസ്കാരം. സത്യം തുറന്നു പറയുന്നവരെ അടിച്ചമർത്തുന്ന ബൂർഷ്വ അധികാരികളെ പോലെ തുടരുകയാണ് പിണറായി ഭരണം. കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും ആവശ്യങ്ങൾ തുറന്നു പറയുന്നവരെയും എല്ലാം ഒതുക്കി തീർക്കുന്ന നയം. ചെറിയ രീതിയിലൊരു ഹിറ്റ്ലർ ഭരണം, അതാണ് ഇന്നത്തെ കാലത്തെ പിണറായി ഭരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചതിന്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന, സാധൂകരിക്കുന്ന വിഷയങ്ങളാണ്. അതേപോലെ തന്നെയാണ് മാധ്യമങ്ങളുടെയും അവസ്ഥ. സർക്കാരിനെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങളെ ഇല്ലാതാക്കാൻ സർക്കാരിന് ആവേശം കൂടുതലാണ്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ അത് പ്രാവർത്തികമല്ല എന്നത് സർക്കാരിനറിയാം. എന്നാൽ പോലും പിണറായി സർക്കാരിന്റെ മാധ്യമ വിരോധം പല നടപടികളിലൂടെ കേരളത്തിൽ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഭാഗമായുള്ള നടപടിയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് മലപ്പുറം പ്രസ് ക്ലബ് കെട്ടിടം ജപ്തി ചെയ്യാനും ഭാരവാഹികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നത് പുറത്തു വരുമ്പോൾ പറയേണ്ടി വരുന്നത്. കേരളത്തിലെ ഓരോ മന്ത്രിമാർക്കും 5 അംഗങ്ങൾ അടങ്ങുന്ന സോഷ്യൽ മീഡിയ ടീമിനെ അടക്കം നിയമിക്കാൻ പോകുന്ന സർക്കാരാണ് മാധ്യമങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നതാണ് വിരോധാഭാസം. എന്തായാലും മലപ്പുറം പ്രസ് ക്ലബ് കെട്ടിടം ജപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. പാട്ടക്കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ മലപ്പുറം തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എക്സൈസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രസ് ക്ലബിന് പാട്ടത്തിന് നൽകിയതിൽ ചട്ടലംഘനമുണ്ട് എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഭൂമി തിരിച്ചു കിട്ടാനുള്ള എക്സൈസ് വകുപ്പും റവന്യൂ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. മലപ്പുറം പ്രസ് ക്ലബ്ബ് ഭൂമി പാട്ടത്തിന് അനുവദിച്ചതിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നും പാട്ടക്കുടിശ്ശികയായി 20 ലക്ഷം രൂപ ഉടൻ അടയ്ക്കണമെന്നുമാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. റവന്യൂ റിക്കവറി നടപടിയുമായി പ്രസ് ക്ലബ് ഭാരവാഹികൾ സഹകരിക്കുന്നില്ല എന്നും ബാങ്ക് അക്കൗണ്ട് വിവരം കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഭാരവാഹികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനാണ് തഹസിൽദാർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നതാണ് വിവരം. വയനാട് പ്രസ് ക്ലബ് ജപ്തി ചെയ്യാൻ നേരത്തെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. 25 ലക്ഷം രൂപ അനധികൃതമായി MP ഫണ്ടിൽ നിന്നും സംഘടിപ്പിച്ചു കെട്ടിടം നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ നടപടി. പ്രസ് ക്ലബ് ഭാരവാഹികൾ ഹൈക്കോടതിയിൽ നിന്നും ജപ്തിക്കെതിരെ താൽക്കാലിക സ്റ്റേ നേടുകയായിരുന്നു. സ്റ്റേ നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. സമാനമായ രീതിയിൽ തൊടുപുഴ പ്രസ് ക്ലബ് നടത്തിയ MP ഫണ്ട് വെട്ടിപ്പും പിടികൂടിയിട്ടുണ്ട്. തുക തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചു. പ്രസ് ക്ലബ് ഭൂമിക്ക് പട്ടയം നേടാൻ തൃശൂർ പ്രസ് ക്ലബ് ഭാരവാഹികൾ വ്യാജരേഖ സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും ഇത്തരത്തിൽ കേരളത്തിലെ 9 ജില്ലാ പ്രസ് ക്ലബ്ബുകളും 2.5 കോടി രൂപയുടെ സർക്കാർ ഫണ്ട് വെട്ടിച്ചതായി ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് വ്യക്തമാക്കുകയാണ്. തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. ഇതിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ പലതവണ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും കണ്ട നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല, ഇതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും കേസുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ സ്ഥാപനത്തെ പാടെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മാധ്യമങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ നയങ്ങൾ തുടരുകയാണ്. സത്യം തുറന്നു പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്നത്.